വടകരയിൽ കെ മുരളീധരനെത്തി പി ജയരാജനെ തളയ്ക്കുവാൻ ശക്തമായിട്ടുള്ള നീക്കവുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമ്പോൾ മലബാറിലെ കരുത്തനായ നേതാവിനെ ഇടതുമുന്നണി വടകരയിൽ ഇറക്കിയത് വെറുതെ തിരിച്ചു വരാനല്ല. 2 പ്രാവശ്യം മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ കോൺഗ്രസ് നിലനിർത്തിയ മണ്ഡലത്തെ പിടിച്ചെടുക്കാൻ വ്യക്തമായിട്ടുള്ള കണക്കുകൾ തന്നെയാണ് CPM മുന്നോട്ട് വെക്കുന്നുള്ളത്. പി ജയരാജനെ വെച്ച് അങ്ങനെ ഒരു നാടകം കളിക്കാൻ ഒരിക്കലും ഇടതുമുന്നണി മുന്നോട്ട് വരില്ല എന്ന സത്യവും തിരിച്ചറിയേണ്ടതുണ്ട്. 46,000-ഓളം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇടതുമുന്നണി വടകരയിൽ ഇപ്രാവശ്യം കാണുന്നുള്ളത്. കൂത്തുപറമ്പ്, തലശ്ശേരി, വടകര, കുറ്റിയാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, നാദാപുരം എന്നിങ്ങനെ 7 നിയോജക മണ്ഡലങ്ങളാണ് വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്നത്. ഇതിൽ കുറ്റിയാടി ഒഴികെയുള്ള 6 മണ്ഡലങ്ങളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF ആണ് വിജയിച്ചത്. കണ്ണൂർ ജില്ലയുടെ ഭാഗമായ കൂത്തുപറമ്പിലും തലശ്ശേരിയിലും മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ ഭൂരിപക്ഷം 46,000-ൽ അധികം വരും. സ്ഥാനാർത്ഥിയായി ജയരാജൻ വന്നെത്തിയതോടെ ഈ മണ്ഡലങ്ങളിലെ ലീഡ് ഇതിലും ഉയരുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. കണ്ണൂരിന് പുറത്തുള്ള നാദാപുരത്തും വടകരയിലും പേരാമ്പ്രയിലും കൊയിലാണ്ടിയിലും ഇടതുമുന്നണിക്ക് വ്യക്തമായ സ്വാധീനമുണ്ട്. തങ്ങളുടെ കയ്യിലുള്ള കുറ്റിയാടിയിൽ 2000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് UDFന് അവകാശപ്പെടാനുള്ളത്. 2009-ൽ 50,000-ലേറെ വോട്ടുകൾ നേടിയായിരുന്നു CPMലെ P സതീദേവിയെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തോൽപ്പിച്ചത്. എന്നാൽ 2014-ൽ AN ഷംസീറിനെതിരെ 3,306 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന് നേടാനായത്. 2014-ലെ മുല്ലപ്പള്ളിയുടെ ഭൂരിപക്ഷത്തെ മറികടക്കാൻ കണക്കുകൾ നോക്കുമ്പോൾ CPMന് നിഷ്പ്രയാസം സാധ്യമാവും. വടകര മണ്ഡലത്തിൽ നിർണായക ശക്തിയായ വീരേന്ദ്രകുമാറിന്റെ LJD മുന്നണിയിലേക്ക് തിരിച്ചെത്തിയതും പി ജയരാജന് ഗുണകരമാണ്. 2009-ലും 2014-ലും UDFനൊപ്പമായിരുന്ന വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ ഇത്തവണ വടകര പിടിക്കുക എന്ന നീക്കങ്ങളുടെ ഭാഗമായി കൂടിയായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ വീരേന്ദ്രകുമാറിനെയും കൂട്ടരെയും CPM മുന്നണിയിലെത്തിച്ചത്. RMPക്ക് പഴയ ശക്തിയില്ല എന്നും CPM വിശ്വസിക്കുന്നുണ്ട്. വടകര നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് RMP സംഘടനാപരമായി സ്വാധീനമുള്ളത്. വടകരയ്ക്കപ്പുറത്ത് പഴയ കെട്ടുറപ്പ് ഇപ്പോൾ RMPക്കില്ല എന്നും CPM വിലയിരുത്തുന്നു. പി ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് CPMന്റെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം. ജയരാജൻ വന്നതോടെ സംഘടനാ സംവിധാനം NIT യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കാൻ CPMന് കഴിയുന്നുണ്ട്. താഴെക്കടിയിലുള്ള പ്രവർത്തകരിലും ഈ ആവേശം പ്രകടമാണ്. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകിയതും വടകരയിൽ CPMന് അനുകൂല ഘടകമാണ്. ഇതിനോടകം തന്നെ പ്രചരണത്തിൽ ഏറെ മുന്നേറിയ ഇടതുമുന്നണി 2ാം ഘട്ട പ്രചരണത്തിലേക്ക് കടന്നും കഴിഞ്ഞു. വടകരയിലെ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മടിച്ചു നിന്നത് പരാജയ ഭീതി കൊണ്ടാണെന്നും ഇടതുമുന്നണി ആരോപിക്കുന്നു. ഒടുവിൽ മുരളീധരൻ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയത് പോരാട്ടം ശക്തമാക്കുമെങ്കിലും ജയരാജൻ വിജയിക്കുമെന്ന് തന്നെയാണ് CPM പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.